അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 28, 29 ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ, അതേപോലെ അർത്ഥവിവരണം, പിന്നെ മനപ്പാഠം എന്നിവയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നമുക്ക് 28-ാം ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ തഫ്ഹീം, തക്ഫുറൂന, അവിടെ റ തഫ്ഹീം ചെയ്യണം. അതേപോലെ ഇഖ്ഫാ, വകുൻതും, പിന്നെയുള്ളത് അംവാതൻ ഫഅഹ്യാകും. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഇഖ്ഫാൻ്റെ നിയമം വന്നിട്ടുള്ളത്. സുക്കൂനുള്ള നൂനിന് ശേഷം ത എന്ന അക്ഷരവും തൻവീന് ശേഷം ഫ എന്ന അക്ഷരവുമാണ് വന്നിട്ടുള്ളത്. ഇഖ്ഫാൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങൾ വന്നതുകൊണ്ട് നൂനിനെ വെളിവാക്കാതെ മറച്ചു വെച്ച്, അതായത് ഇഖ്ഫാ ചെയ്ത് മണിപ്പിച്ചു കൊണ്ട് ഓതണം. വകുൻതും, വകുൻതും ഓതരുത്, വകുൻതും. അതേപോലെ അംബാതൻ ഫഅഹ്യാകും, അംബാതൻ ഫഅഹ്യാകും എന്ന് ഓതരുത്. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. അംബാതൻ അവിടെ അലിഫ് കാണുന്നുണ്ട്, ഫഅഹ്യാകും അവിടെയും ചെറിയ അലിഫ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2 ഹർക്കത്ത് നീട്ടി ഓതണം. ഇനി അടുത്ത വരിയിലേക്ക് പോവാം. സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും സുമ്മ, ഈ 3 സ്ഥലങ്ങളിൽ മീമിന് ഷദ്ദുണ്ട്, അത് വാജിബുൽ ഗുന്നയാണ്. പിന്നെ റ തുർജഊനിലെ റ തഫ്ഖീം ചെയ്യണം. പിന്നെയുള്ള നിയമം മദ് ആരിലു സുക്കൂനാണ്. ഇനി നമുക്ക് 28-ാം ആയത്തിൻ്റെ അർത്ഥം നോക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവങ്കലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. നമുക്കിനി വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. കൈഫ, എങ്ങനെ. തക്ഫുറൂന, നിങ്ങൾ അവിശ്വസിക്കും. ബില്ലാഹി, അള്ളാഹുവിൽ. വകുൻതും, നിങ്ങൾ ആയിരിക്കെ. അംവാതൻ, നിർജീവികൾ. ഫഅഹ്യാകും, എന്നിട്ടവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ, പിന്നെ. യുമീതുക്കും, നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു. സുമ്മ യുഹ്യീക്കും, പിന്നെ നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നു. സുമ്മ ഇലൈഹി, പിന്നെ അവനിലേക്ക് തന്നെ. തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. അപ്പോൾ നമുക്ക് 28-ാമത്തെ ആയത്ത് മനഃപ്പാഠമാക്കാം. ബൈഹാർട്ടാക്കുമ്പോഴുള്ള നിബന്ധനകൾ താഴെ കൊടുക്കുന്നു. നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിനടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതുക. ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം. ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. 3-ാമത്തേത്, ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം ബൈഹാർട്ടാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. അവരവരുടെ സൗകര്യം പോലെ ഉറക്കെയോ അല്ലെങ്കിൽ മനസ്സിലോ ഓതി പഠിക്കുക. 4-ാമത്തേത്, ബൈഹാർട്ടായ ഭാഗങ്ങൾ നിങ്ങൾ ഒരു വോയിസ് റെക്കോർഡിൽ കാണാതെ ഓതി സേവ് ചെയ്ത് പിന്നീട് ഖുർആൻ എടുത്ത് ആ ഭാഗം നോക്കി ആ വോയിസ് കേൾക്കുക.
അപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പറ്റും. ഈ ആയത്തിനെ 2 വരികളായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓരോ വരിയും 2 ഭാഗങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് തുടങ്ങാം. കൈഫ തക്ഫുറൂന ബില്ലാഹി, കൈഫ തക്ഫുറൂന ബില്ലാഹി, കൈഫ തക്ഫുറൂന ബില്ലാഹി. ഇനി കാണാതെ ഓതി നോക്കൂ. കൈഫ തക്ഫുറൂന ബില്ലാഹി. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. പതിയാത്തവർ വീണ്ടും ആവർത്തിച്ച് ഓതുക. വകുന്തും അംവാതം ഫഅഹ്യാകും, വകുന്തും അംവാതം ഫഅഹ്യാകും, വകുന്തും അംവാതം ഫഅഹ്യാകും. ഇനി കാണാതെ ഓതി നോക്കൂ. വകുന്തും അംവാതം ഫഅഹ്യാകും. ഇനി മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തത്തിൽ കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും. ഇനി കാണാതെ ഓതി നോക്കൂ. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. അതൊരു ഭാഗം. സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ. ഇത് രണ്ടാമത്തെ ഭാഗം. അടുത്ത ആയത്തിൻ്റെ തുടക്കം ഹുവ എന്ന വാക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ശ്രദ്ധിക്കുക. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും, സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും, സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. ഇനി കാണാതെ ഓതി നോക്കൂ. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. ഇനി മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ, സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ, സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ. ഇനി കാണാതെ ഓതി നോക്കൂ. സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ. ഇനി നമുക്ക് ഈ ആയത്തിനെ ഒരുമിച്ച് ഓതി നോക്കാം. ഈ ആയത്തിൻ്റെ ഈ ഒരു വരിയെ സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ, സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ. ഇനി കാണാതെ ഓതി നോക്കൂ. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ. ഇത് ബൈഹാർട്ടായിട്ട് മനഃപ്പാടമായിട്ടുണ്ടെങ്കിൽ, അതായത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്തിനെ ഒരുമിച്ച് മൊത്തത്തിൽ ഒന്ന് പഠിക്കാം. ഒന്ന് ഓതി നോക്കാം. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ ഹുവ.
كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون هو ഇനി കാണാതെ ഓതി നോക്കൂ. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون هو ഇത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. മനസ്സിൽ പതിയുന്നവരെ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത് വഹുവ ബികുല്ലി ശൈഇൻ അലീം. ഇനി നമുക്ക് 29-ാം ആയത്തിന്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖ, ഖാഫ്, റ, ളാദ്. പിന്നെയുള്ളത് ഇദ്ആമുൽ ശഹ്വി, അതായത് ലകുമ്മ. സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും ഒരു മീമ് വന്നാൽ അതിനെ ശബ്ദത്തോടുകൂടി മണിപ്പിച്ച് അതിൽ ലയിപ്പിച്ച് ഓതണം. അതിനെയാണ് ഇദ്ഗാമുൽ ശഫവി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇഖ്ഫാഇൻ്റെ നിയമമാണ്. തൻവീൻ ജമീഅൻ സുമ്മ, അവിടെ തൻവീനു ശേഷം ഇഖ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട സ വന്നതുകൊണ്ട് അവിടെ നൂനിനെ മറച്ചു പിടിച്ച് മണിപ്പിച്ച് ഓതണം. അതായത് ഇഖ്ഫാ ചെയ്ത് മണിപ്പിച്ചുകൊണ്ട് ഓതണം. പിന്നെയുള്ളത് വാജിബുൽ ഗുന്ന, മീമിന് ശബ്ദമുണ്ട് 2 സ്ഥലങ്ങളിൽ. അതേപോലെ പിന്നെയുള്ള നിയമമാണ് ഇസ്തവാ മദ്ദുൽ മുൻഫസിൽ. ഇസ്തവ കഴിഞ്ഞ അടുത്ത ഭാഗം വരുന്നത് അടുത്ത പദത്തിൽ ഹംസയാണ്, അതുകൊണ്ടാണ് മദ്ദുൽ മുൻഫസിൽ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇലസ്സമായി, ഇത് മദ് മുത്തസിലാണ്. കാരണം ഒരേ വാക്കിൽ തന്നെയാണ് ഷദ്ദുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ 4-5 ഹർക്കത്ത് നീട്ടണം. ഫസവ്വാഹുന്ന, അതിൽ മദ് അസ്ലി ഉണ്ട്. അതേപോലെ സമാവാത്ത്, അതിലുമുണ്ട് മദ് അസ്ലി. പിന്നെയുള്ളത് വാജിബുൽ ഗുന്ന, നൂനിന് ഷദ്ദുണ്ട്. പിന്നെയുള്ളത് ഇദ്ഗാം ബിഗുന്ന. ഇവിടെ സമാവാത്ത് എന്ന സ്ഥലത്ത് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ അവിടെ മദ് ആരിൽ സുക്കൂൻ കൊടുക്കണം, സമാവാത്ത്. ഇനി അഥവാ നിർത്തുന്നില്ല എങ്കിൽ സമാവാത്തിം. അപ്പോൾ അവിടെ വരുന്നത് ഇദ്ഗാം ബിഗുന്നയാണ്. സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീനു ശേഷമോ 4 അക്ഷരങ്ങൾ, അതായത് യ, നൂൻ, മീം, വ എന്നീ അക്ഷരങ്ങൾ വന്നാൽ അവയെ മണിപ്പിച്ചുകൊണ്ട് ചേർത്തോതണം. ഇവിടെ വായാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് സമാവാത്തിം വ. പിന്നെയുള്ളത് മദ് ആരിൽ സുക്കൂൻ. ഇതാണ് ഈ 29-ാം ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. പുറമെ 7 ആകാശങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഹുവ, അവൻ, അല്ലദി, യാതൊരുവനാണ്, ഖലഖ, സൃഷ്ടിച്ചു, ലക്കും, നിങ്ങൾക്ക്, മാഫിൽ അർളി, ഭൂമിയിലുള്ളത്, ജമീഅൻ, മുഴുവനും, സുമ്മ, പിന്നെ, ഇസ്തവാ, അവൻ ശരിക്കു നിന്നു അഥവാ തിരിഞ്ഞു,
ഇലസമായി ആകാശത്തിലേക്ക്, ഫസവ്വാഹുന്ന എന്നിട്ട് അവയെ ശരിപ്പെടുത്തി, സബ ഏഴായിട്ട്, സമാവാത് ആകാശങ്ങൾ, വഹുവ അവൻ, ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെ പറ്റിയും, അലീം അറിയുന്നവനാകുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. നമുക്ക് 29-ാമത്തെ ആയത്ത് മനഃപ്പാഠമാക്കാൻ നോക്കാം. ഹുവല്ലദീ ഖലഖ ലക്കും, ഹുവല്ലദീ ഖലഖ ലക്കും, ഹുവല്ലദീ ഖലഖ ലക്കും. ഇനി കാണാതെ ഓതി നോക്കൂ. ഹുവല്ലദീ ഖലഖ ലക്കും. ഇത് മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ, മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ, മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ. ഇനി കാണാതെ ഓതി നോക്കൂ. മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരി കൂട്ടി യോജിപ്പിച്ച് നോക്കാം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ. ഇനി കാണാതെ പോയി നോക്കൂ. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്. ഇനി കാണാതെ ഓതി നോക്കൂ. ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്. ഇത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഇസ ഖാല, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഇസ ഖാല, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഇസ ഖാല. ഇനി കാണാതെ ഓതി നോക്കൂ. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഇസ ഖാല. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഈ വരിയെ കൂട്ടി യോജിപ്പിച്ച് നോക്കാം. ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഇസ ഖാല, ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഇസ ഖാല, ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഇസ ഖാല. ഇത് മനസ്സിൽ പതിയുന്നതുവരെ നിങ്ങൾ ആവർത്തിച്ചോതുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ആയത്ത് മുഴുവനായിട്ടും ഒന്ന് നോക്കാം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ സുമ്മ സ്തവാ ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്,
وهو بكل شيء عليم وإذ قال هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم وإذ قال هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم وإذ قال ഇനി നമുക്ക് കാണാതെ ഓതി നോക്കാം هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم وإذ قال ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നിങ്ങൾ നിർബന്ധമായും 20 തവണ ഇത് ആവർത്തിച്ച് ഓതിയിരിക്കണം. അതേപോലെ നിങ്ങളുടെ നിസ്കാരത്തിലും ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.